കേരളത്തിൻ്റെ ഒരു മഹാനടന്റെ ഫാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാളെന്നും ആ മുഖ്യമന്ത്രി എന്തോ ആ നടന് വല്ലാത്ത സ്വാധീനമുണ്ട് എന്നും തലശ്ശേരിക്കാരനായ ഒരു സിനിമാ ബന്ധമുള്ള ഒരാൾ പറഞ്ഞതായിട്ട് കേട്ടു. തലശ്ശേരിക്കാരനായിട്ട് അയാൾക്ക് എന്നെ ഇതേവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലാലോ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ല്ല പക്ഷേ അധോലോകത്ത് വെല്ലുന്ന മാനസികാവസ്ഥയോടുകൂടിയുള്ള ഒരാൾ ഡ്രൈവിംഗ് അറിയാമെന്നതിൻ്റെ മേലെ മറ്റു ചില ഗൂഢോദ്ദേശങ്ങളോടെ സിനിമയുമായി ഒത്തുചേരാൻ നിൽക്കുകയാണ്. പലതായിരിക്കാം ഉദ്ദേശം. അത്തരം ആളുകളെ സിനിമയോട് അടുപ്പിച്ച് നിർത്തുമ്പോൾ ഉത്തരവാദപ്പെട്ടവർ സൂക്ഷ്മമായ പരിശോധന നടത്താൻ തയ്യാറാണ്. പരിശോധന നടത്താൻ പറ്റുന്നത്, അതിനാശ്രയിക്കാവുന്നത് സ്വാഭാവികമായും പോലീസിനെ തന്നെയാണ്. ഈ വരുന്ന ഓരോ ആൾക്കും ഒരു ഇത്തരമൊരു സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ ആദ്യമേ തന്നെ കുറ്റവാളികളായി ചിത്രീകരിക്കുക, അത് തുടരേണ്ട ഒന്നല്ല. യഥാർത്ഥ കുറ്റവാളികളെ തുറന്നു കാണിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സങ്കല്പിച്ച് കുറ്റവാളികളെ ഉണ്ടാക്കാൻ പാടില്ല. സങ്കല്പിച്ച് കുറ്റവാളികളെ ഉണ്ടാക്കാൻ ആരെങ്കിലും പുറപ്പെട്ടാൽ അവരുടെ പിന്നാലെ പോകാൻ പോലീസും ഉണ്ടാവില്ല. അത് ഈ സങ്കല്പിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു കൂട്ടരെ കുറ്റവാളികളായി ചിത്രീകരിച്ച് എന്നാൽ പിന്നെ അവരെ പിന്നാലെ പോയി കളയാം എന്ന് കേരളത്തിലെ പോലീസ് വെക്കില്ല. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീങ്ങുക.